ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ചീരയുടെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കെട്ട് ചീര. അപ്പോൾ അത് ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് വെച്ചത്. ചീര നന്നായിട്ട് ഇതുപോലെ കുനുകുനായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് കവറിൽ കെട്ടി വെച്ചു, ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൈ കാണിച്ചു തരുന്നത്, നമ്മുടെ കൈയിൽ നിന്ന് പൊള്ളിയില്ലോ, പൊള്ളിയത് സാധ്യ പൊള്ളലാട്ടോ പൊള്ളിയത്. എന്തൊരു വേദനയെന്ന് വെച്ചിട്ട് ആവി തള്ളിയതാ പറയുമ്പോൾ, ആവി തള്ളിയിട്ട് ഇങ്ങനെ പൊള്ളി കഴിഞ്ഞാൽ എന്തായാലും അവസ്ഥ. അപ്പോൾ 2 വിരലും പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ തൊലിയൊക്കെ ഇങ്ങനെ അടർന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ചീരയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി അരിയാണ്ട് കേട്ടോ. അപ്പോൾ അത് അരിയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ആച്ചുട്ടൻ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്, വായിക്കുകയാണ്. അപ്പോൾ അവിടെ അടുത്ത് പിടിച്ചിരുത്തി കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാമല്ലോ വായിക്കണത്, തെറ്റാണോ ശരിയാണോ എന്ന് അറിയാമല്ലോ. അപ്പോൾ അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഏശമോളും ആ കുഞ്ഞൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് താത്ത വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷിയാസിൻ്റെ നിശ്ചയമാണ് 13-ാം തീയതി. അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ, നിശ്ചയം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ സത്യത്തിൽ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താത്ത വീഡിയോ ഉണ്ടാവുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വരണത്, വീഡിയോ എടുക്കുന്നുണ്ടാവുമോ എന്ന്. എനിക്ക് പിന്നെ അത് ഓർമ്മ ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ നിശ്ചയം പറയാൻ വന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നു സംസാരിച്ചു. അങ്ങനെ പിന്നെ പോയിട്ട് ഒരുപാട് സ്ഥലത്ത് പറയാനുണ്ടായിരുന്നു. അത് ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വരണത്. ഞാൻ ആ ഉമ്മറത്തൊക്കെ വെള്ളം കണ്ട, ആകെ തുടച്ച് വെള്ളമായിരുന്നു അവിടെയൊക്കെ. തുടയ്ക്കുമ്പോഴാണ് കയറി വന്നത് മൂപ്പര്. എന്നിട്ട് പിന്നെ നിശ്ചയമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടാ. പിന്നെ ഞാൻ അവിടെ നിന്നുള്ള വിശേഷം 4 മണിക്ക് ഉമ്മ കുറച്ച് കൊള്ളി വറുത്ത് വിശേഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഇരുന്ന് കഴിക്കുന്ന പാടാട്ടോ. അപ്പോൾ ഏഷമുള്ള കാലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. കുറുമ്പത്തി കുറുമ്പത്തിയുടെ അവിടെ വയ്ക്കുമ്പോൾ അയച്ചു തരാം. ഞങ്ങൾ ചായ കുടിക്കട്ടാ. ചായക്ക് കടി ഇതെന്ത് കൊള്ളിയല്ല കുഞ്ഞു, കൊള്ളി വറുത്തതും കട്ടൻ ചായയാണ് കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവരും കൂടി വട്ടളഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ചിന്നോളുണ്ട് ഇവിടെ. ചിന്നോളേനെ ഞാൻ വേദനയാക്കി. ചിന്നോളേനെ ഞാൻ വേദനയാക്കിയാ. എന്താ കാട്ടിമച്ചി പറഞ്ഞേ? എല്ലാവരും കേട്ടു. ഇപ്പോൾ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു മോള്. എല്ലാവർക്കും മൂക്കടിച്ച് പരത്തും ഞാൻ. എനിക്ക് കുട്ടികളെ ഇങ്ങനെ സ്നേഹം മൂക്കുമ്പോൾ വേദന ആക്കണത് ഭയങ്കര. എനിക്ക് സ്നേഹം കൂടുതലായി ഞാൻ കടിക്കുക, ഇടിക്കുക, പിച്ചുക, തല പിടിച്ച് ചമരുമ്പോൾ കുത്തുക, മുടി പിടിച്ച് വലിക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുക. പിന്നെ ചുണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കും, മൂക്ക് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കും. മൂക്കിൻ്റെ നീളം നോക്കും ഇടയ്ക്കിടയ്ക്ക്. നോക്കട്ടെ. അതെന്താ? ഇന്നലെ ഗാന്ധി ജയന്തി ആയ കാരണം സ്കൂളുണ്ടായിരുന്നില്ലല്ലോ ആർക്കും. അപ്പം ഞങ്ങൾ കുറേ നേരം എല്ലാവരും കിടന്നുറങ്ങി. ഒന്ന് ഉറങ്ങി പറഞ്ഞാൽ വെറുതെ കിടന്നു കേട്ടോ. അങ്ങനെ കിടന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ചായ കുടിച്ചിട്ട് നല്ല സുഖമല്ലേ, കിടന്നുറങ്ങിയിട്ട് എണിച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ നല്ല സുഖം കേട്ടോ. കാണാതെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല, ഇവരെ മാത്രം കണ്ടിട്ട്. പിന്നെ ചെന്നി ഒന്ന് കാണിച്ചു തരാം. ഞാനും ഇവരുടെ കൂടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. ഉമ്മ തന്നതാ കുടിക്ക് പോയപ്പോ ഈ സാധനം എന്താ കൊള്ളി വറുത്തത്. അത് കാരണം ഒന്ന് ചായക്ക് കടിയായി. അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല, എന്തേലും ഒന്ന് കടിക്കാൻ കിട്ടണം. ഞങ്ങളുടെ കൈ പിടിച്ച് കടിക്കും. അയ്യ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ തോന്നി വെറുതെ ഇരിക്കില്ലേ, ഉമ്മാടെ അടുത്തേക്ക് പോകാൻ തോന്നി. അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ പോവാട്ടോ. അപ്പോൾ കുഞ്ഞ് വരുന്നില്ല പറഞ്ഞു. കുഞ്ഞവിടെ പിള്ളേരുടെ കൂടെ കൂട്ടിക്കായ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവൻ വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഞാനില്ല, ഞാൻ അവിടെ കളിക്കാൻ പോവാ പറഞ്ഞു. അപ്പോൾ ഞാനും മിഷമോളും ആച്ചോട്ടനും കൂടിയിട്ട് അങ്ങനെ വീട്ടിൽ പോയിട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ. പിന്നെ 6 മണിയാകുമ്പോൾ തിരിച്ചു വന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വിശേഷം. അപ്പോൾ നാളെ കാണാം. ബൈ.